friends, welcome to Commerce Bytes. I hope you people are all doing well. നമ്മളുടെ എക്സാം ഓഗസ്റ്റ് 14th 2021 ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 14 സ്ട്രാറ്റജീസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ് ഔട്ട് ചെയ്തവർ എന്തായാലും കണ്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഏതെങ്കിലും ഒരു ടിപ്പ് അതിൽ നിന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് നമ്മൾക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 14 സ്ട്രാറ്റജീസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, സോ മിസ് ഔട്ട് ചെയ്തവർ മസ്റ്റായിട്ട് കാണണം. ഇനി ആദ്യമായി നമ്മളുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നമ്മളുടെ ഈ ഒരു ചാനൽ കേരള സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും ദി ബെസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ഡിറക്ഷൻ, റൈറ്റ് പ്ലേസ് എന്നൊക്കെ പറയാവുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. കാരണം നമ്മളുടെ സൈഡിൽ നിന്ന് 100% പുട്ട് ഓൺ ചെയ്തിട്ട് തന്നെയാണ് ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് ഈ ഒരു ചാനലിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ 1 നിങ്ങൾക്ക് ഒരു 80+ മാർക്സ് തന്നെ സെക്യൂർ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഓക്കെ, സോ നമ്മളുടെ ചാനലിൽ റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 months കഴിഞ്ഞു. സോ ഈ ഒരു 3 monthsൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഓരോ വീഡിയോസും നമ്മൾ ഓരോ പ്ലേലിസ്റ്റിലാക്കി ക്രിയേറ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർ യുവർ ഈസി ആക്സസ്. നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു ഐക്കണിന് നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹോം പേജിലെത്തും. അവിടെ നിന്ന് 2 പ്രാവശ്യം ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൻ്റെ ഏരിയയിലേക്ക് എത്താം. ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് തന്നെ പഠിക്കാം. അതിൽ ഡെയിലി ടോപ്പ് മിനി സീരീസാണ് ഏറ്റവും നമ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു പ്ലേലിസ്റ്റ്. ബിക്കോസ് അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 95% പോർഷൻസ് കവർ ചെയ്തിട്ടുള്ള ഒരു സീരീസാണ് ഡെയിലി ടോപ്പ് മിനി സീരീസ്. ആൻഡ് അതിൽ കവർ ചെയ്യാത്ത പോർഷൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഓരോ സീരീസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2020, 2019, 2018, 2017 ആൻഡ് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 2016 സീരീസാണ്. പിന്നെ കേരള സെറ്റിൻ്റെ സ്റ്റുഡൻസിനോട് പറയേണ്ട ആവശ്യമില്ല. ഈവൻ ദോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം മെൻഷൻ ചെയ്യാം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇയറിൽ നമുക്ക് കേരള സെറ്റിൻ്റെ എക്സാം ട്വൈസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അത്ര ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. കുറേയധികം സ്റ്റുഡൻസായി എന്നോട് ചോദിക്കുന്നു, മാം ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്, പക്ഷേ അതോടൊപ്പമുള്ള ആൻസർ കീ പ്രൊവൈഡഡ് അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആസ് എ റിസൾട്ട് എന്ന രീതിയിൽ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ കേരള സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ തന്നെ അതിൻ്റെ 4 ഓപ്ഷനെ പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് ഐ എം ഗെറ്റിംഗ് സോ മെനി മെസ്സേജസ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ വീഡിയോസ് വിച്ച് വി ആർ പ്രൊവൈഡിങ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ വീഡിയോസ് കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആവുന്നു എന്നൊക്കെ കേട്ടതിൽ വളരെയധികം സന്തോഷം. എനിക്ക് വേണ്ടത് നിങ്ങൾ ആസ് എ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് തരേണ്ടത് നിങ്ങളുടെ കേരള സെറ്റിൻ്റെ റിസൾട്ടാണ്. നിങ്ങൾ കേരള സെറ്റ് ക്രാക്ക് ചെയ്തു എന്ന് കേൾക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് കൂടുതൽ സന്തോഷം വരുന്നത്. സോ ഡു ഫോക്കസ് ഓൺ യുവർ കേരള സെറ്റ് 2021. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ സീരീസിലേക്ക് പോവാം. ഇന്ന് നമ്മൾ 2016 ജാനുവരി സെക്ഷൻ്റെ സീരീസാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ട് 9 ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് 6 questions വിത്ത് ഈച്ച് ഓപ്ഷൻസ് ചെക്കിംഗ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, so moving to the first question, according to DE, which is not a part of attitude towards teaching for reflective teaching. റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്താണെന്നുള്ളത് ഒരു പോയിൻറ്റ്. പിന്നെ നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങിൽ ഡ്യൂയി പറഞ്ഞിട്ടുള്ള പോയിൻ്റ്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് എന്താ കിട്ടിയത്? റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങിനെ കുറിച്ച് ഡ്യൂയി പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങും ഡ്യൂയിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഡ്യൂയി എന്ന് പറയുന്നത് ജോൺ ഡ്യൂയി ആണ്. ഓക്കെ, സോ പിന്നെ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ പെട്ടെന്ന് തന്നെ ആവേശം കൊണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ ചാടിക്കയറി ലോക്ക് ചെയ്യാതെ ഒന്ന് ക്ലിയർ ആയി തന്നെ വായിച്ചു നോക്കുക. കാരണം കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ മെയിനായിട്ടൊരു ഹോബിയാണ് നമ്മളെ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട്. ഇപ്പോൾ ഇത് തന്നെ നോക്കൂ. അക്കോർഡിംഗ് ടു ഡി വിച്ച് ഇസ് നോട്ട് എ പാർട്ട്.
ഇപ്പോൾ പകുതി സ്റ്റുഡൻസ് ഇവിടെ വിച്ച് ഇസ് നോട്ട് എന്നുള്ള ഒരു പോയിന്റ് കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു വേർഡ് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു കുറച്ചെങ്കിലും സ്റ്റുഡൻസ് ഈ ഒരു നോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഫോർ ഷുവർ പറയാം, നമ്മളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നോട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഈസ് ആണോ അല്ലെങ്കിൽ ഈസ് നോട്ട് എന്നുള്ളതാണോ എന്ന് നിങ്ങൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടത് മസ്റ്റായിട്ടൊരു കാര്യമാണ്. കാരണം മിക്ക ക്വസ്റ്റ്യൻസിലും സ്റ്റുഡൻസിന് ചിലപ്പോൾ അതിൻ്റെ ആൻസർ അറിയണ്ടാവും, പെട്ടെന്ന് തന്നെ അവർ പോയി ലോക്ക് ചെയ്യും, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള കാരണം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് പറ്റുന്നൊരു അബദ്ധമാണ്. യു ഷുഡ് ബി കെയർഫുൾ ഇൻ യുവർ റീഡിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് ഈ പോയിന്റ് തന്നെ പറയുന്നത്. എൻ്റെ സ്റ്റുഡൻസിന് ആർക്കും ഈ ഒരു അബദ്ധം പറ്റരുത്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു റിഫ്ലെക്റ്റീവ് ടീച്ചിങ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. So, reflective teaching is a process whereby teachers reflect on their own teaching practice in order to examine the overall effectiveness of their instructive approach. സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ടീച്ചർ ഒരു ക്ലാസ് എടുത്തു, ആ ക്ലാസ് എടുത്തു കഴിഞ്ഞു മാം ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു ടോപ്പിക്കിൻ്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് മാർക്ക് വളരെയധികം കുറവാണ്. അപ്പോൾ അതിൽ നിന്ന് ഒന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സബ്ജക്റ്റ് കുറച്ച് ടഫ് ആയതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ആ ടീച്ചർ ആ യൂസ് ചെയ്ത ടെക്നിക്ക് കുറച്ചൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് ആ ഒരു ടോപ്പിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കിലേക്കായിട്ട് മാറ്റാം എന്നുള്ള ഒരു പോയിൻറ്റും കൂടെ ആ ഒരു റിഫ്ലെക്റ്റീവ് ടീച്ചിങ്ങിൽ കിടക്കുന്നുണ്ട്. സോ റിഫ്ലെക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് അവരുടെ ആ ഒരു ടീച്ചിങ് മെത്തേഡിൽ കുറച്ചൊരു ഓൾട്ടറേഷൻ വരുത്തി സ്റ്റുഡൻസിൻ്റെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റൈലാണ് റിഫ്ലെക്റ്റീവ് ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Once again, let me read that. Reflective teaching is a process whereby teachers reflect on their teaching practice in order to examine the overall effectiveness of their instructive approach. സോ ഇപ്പോൾ ഒരു ലെക്ചർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തൊരു ക്ലാസ് എടുക്കുന്നതിന് മച്ച് ബെറ്റർ ആയിരിക്കും ചിലപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു റോൾ പ്ലേ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ അങ്ങനെ ഇപ്പം നമ്മൾ മെത്തേഡ്സ് മാറ്റി കൊണ്ടുവന്ന് കഴിയുമ്പോൾ കുട്ടികൾക്കും ക്ലാസ് കേൾക്കാനും ക്ലാസ് അറ്റൻഡ് ചെയ്യാനും കൂടുതൽ താല്പര്യം തോന്നും. നമുക്കതുപോലെ നല്ല റിസൾട്ടായിരിക്കും, നല്ലൊരു ഔട്ട്കം ആയിരിക്കും നമുക്ക് സ്റ്റുഡൻസിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, സോ റിഫ്ലെക്റ്റീവ് ടീച്ചിങ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ ഒരു റിഫ്ലെക്റ്റീവ് ടീച്ചർ എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തു. അതായത് നമ്മൾ ഒരു ക്ലാസ് എടുത്തു, കുട്ടികൾക്ക് മാർക്ക് കുറവായി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടീച്ചിങ് മെത്തേഡ് കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് എന്ന് ആസ് എ ടീച്ചർ നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തി നമ്മൾ മാറ്റുന്ന ആ ഒരു മെത്തേഡാണ് റിഫ്ലെക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വേണ്ട കുറച്ച് ആറ്റിറ്റ്യൂഡ്സ് എന്തെല്ലാമാണ് അവിടെ ഓപ്ഷൻസിൽ കാണിക്കുന്നത്? ഓപ്ഷൻ എ ഓപ്പൺ മൈൻഡഡ്നെസ്, ഓപ്ഷൻ ബി റെസ്പോൺസിബിലിറ്റി, ഓപ്ഷൻ സി ഹോൾ ഹാർട്ടഡ്നെസ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻ്റലിജൻറ്റ് ഹോപ്പ്. സോ ഇവിടെ അതൊരു ആറ്റിറ്റ്യൂഡ് അല്ല എന്ന് നിൽക്കുന്നത് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ഇൻ്റലിജൻറ്റ് ഹോപ്പാണ്. കാരണം ഈ ഒരു റിഫ്ലെക്റ്റീവ് ടീച്ചിങ് കുറേ അധികം ടീച്ചേഴ്സ് ഓപ്റ്റ് ചെയ്യാത്തൊരു ടീച്ചിങ് ആണ്. കാരണം അത് അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്കൊരു ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഇവരുടെ ആ ഒരു ടീച്ചിങ് മെത്തേഡ് മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കത് വളരെയധികം എഫക്റ്റ് ചെയ്യും എന്ന് വിചാരിച്ച് കുറേയധികം ടീച്ചേഴ്സ് ഈ ഒരു മെത്തേഡ് പ്രിഫർ ചെയ്യില്ല. ഇതിനെല്ലാം നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ ഫ്യൂച്ചർ ടീച്ചേഴ്സിൻ്റെ ഹോൾ ഫ്യൂച്ചർ എൻ്റെ കയ്യിലാണ് എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വർക്ക് ചെയ്ത് നിങ്ങൾക്ക് നോട്ട്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്, അല്ലേ? സോ അതൊരു എൻ്റെ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഹോൾ ഹാർട്ടഡ്നെസ് ആണ്. എനിക്ക് ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ തന്നെ പഠിപ്പിക്കാൻ, കുട്ടികൾക്ക് നോളജ് പകർന്നു കൊടുക്കാൻ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ്. സോ അത് എൻ്റെ ഹോൾ ഹാർട്ടഡ്നെസ്. മനസ്സിലായോ? സോ ഇവിടെ വരുന്ന 3 ആറ്റിറ്റ്യൂഡ്സ് ഓപ്പൺ മൈൻഡഡ്നെസ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഹോൾ ഹാർട്ടഡ്നെസ് ആണ്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ ഇൻ്റലിജൻറ്റ് ഹോപ്പ് ഈ ഒരു റിഫ്ലെക്റ്റീവ് ടീച്ചിങ്ങിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ആറ്റിറ്റ്യൂഡാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിഫ്ലെക്റ്റീവ് ടീച്ചിങ് എന്നുള്ളൊരു ടേമും നിങ്ങൾക്ക് ക്ലിയറായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവലിൽ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. അവിടെയും ഞാൻ നിങ്ങളോട് പറയുന്നു, ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കേണ്ടത് ഈസ് ആണോ ഈസ് നോട്ട് ഉണ്ടോ എന്നുള്ള ഒരു നോട്ട് എന്ന ടേം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുമ്പോൾ എന്താ NOT
കുട്ടി എന്നുള്ളൊരു കുഞ്ഞു വേർഡാണ്. പക്ഷേ ആ ഒരു കുഞ്ഞു വേർഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മുടെ ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന്, അത് ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്നല്ല, എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്കതൊന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രൊഫഷണൽ ടീച്ചർ. ഒരു പ്രൊഫഷണൽ ടീച്ചറിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ, ഹാവ് എ ഫേം ഗ്രാസ്പ് ഓഫ് ദ സബ്ജക്റ്റ് ദാറ്റ് ഇസ് taught and as true intellectual demands. Option B, able to analyze the needs of the students for whom they are responsible. Option C, know the standard of practice of professions. And option D, have a practical approach in dealing with the students. Almost ഒരു 95% സ്റ്റുഡൻസിനും ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആ ഒരു ആൻസർ അവർക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. And it's true, and option C will be the correct answer. Know the standard of practice of professional. ഒരു പ്രൊഫഷണൽ ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഫഷണൽ ടീച്ചറിൻ്റെ ഫീച്ചേഴ്സാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ എ, ബി ആൻഡ് ഡിയിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഓരോ പോയിൻറ്റ്സ് ആണ്. ആദ്യത്തെ പോയിൻറ്റ് പറയുന്നത് ഹാവ് എ ഫേം ഗ്രാസ്പ് ഓഫ് നോളജ്. ഏത് സബ്ജക്റ്റാണോ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സബ്ജക്റ്റിൽ നമുക്കൊരു നോളജ്, നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ നല്ല ഒരു അത്യാവശ്യം ഒരു നോളജ് നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമല്ലേ നമുക്ക് സ്റ്റുഡൻസിന് അത് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ അത് അവർക്ക് അണ്ടർസ്റ്റാൻഡബിളും ആകുള്ളൂ. സോ ഫസ്റ്റ് പോയിന്റ് ആപ്റ്റാണ്. ഇറ്റ് ഈസ് എ പോയിന്റ് വിച്ച് ബിലോങ്സ് ടു പ്രൊഫഷണൽ ടീച്ചർ. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഏബിൾ ടു അനലൈസ് ദ നീഡ് ഓഫ് സ്റ്റുഡൻസ് ഫോർ ഹൂം ദേ ആർ റെസ്പോൺസിബിൾ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെസ്പോൺസിബിൾ ആണ്, കാരണം നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസിന് നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള നോളജ് ഞാൻ എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. സോ ഞാനത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ നീഡ്സ് അനലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളതെന്ന് വെച്ചാൽ ഞാനത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ആ ഒരു പോയിൻറ്റും പ്രൊഫഷണൽ ടീച്ചറിൻ്റെ പോയിൻ്റ് തന്നെയാണ്. പിന്നെ ഓപ്ഷൻ സിയിൽ പറയുന്നത് എന്താ, നോ ദ സ്റ്റാൻഡേർഡ് ഓഫ് പ്രാക്ടീസ് ഓഫ് പ്രൊഫഷണൽ എന്നാണ്. പ്രൊഫഷണലിൻ്റെ പ്രാക്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം, ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ അത് നമ്മളുടെ റിയൽ ലൈഫിൽ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക്. ബിക്കോസ് നമ്മളുടെ ഇപ്പോൾ ഒരു പ്രൊഫഷൻ, ഇപ്പോൾ നമ്മളിപ്പോൾ BCom എടുത്തു, MCom എടുത്തു, ചിലപ്പോൾ MPhil എടുത്തു, PhD എടുത്തു. ആ ഒരു PhD ലെവലിൽ കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക്. കാരണം കുട്ടികൾ ചിലപ്പോൾ BComകാരുണ്ടാവും, അല്ലെങ്കിൽ MComകാരുണ്ടാവും, അല്ലെങ്കിൽ ഈവൻ +1 +2കാരുണ്ടാവും. സോ അവരുടെയൊക്കെ ബേസിലേക്ക് നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ താഴേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വേണം അവരെ പഠിപ്പിച്ചു കൊണ്ടുവരാൻ. അല്ലാതെ ഞാൻ PhD എടുത്തതാണ്, എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് വേണം നിങ്ങൾ ചിന്തിക്കാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ അട്ടർ ഫ്ലോപ്പ് സ്റ്റേറ്റ്മെൻറ്റ്, റൈറ്റ്? സോ ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്ന ഹാവ് പ്രാക്ടിക്കൽ അപ്രോച്ച് ഇൻ ഡീലിംഗ് വിത്ത് സിറ്റുവേഷൻ എന്നുള്ളതും ഒരു പ്രൊഫഷണൽ ടീച്ചറിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Raju shows less interest in classroom activities and often engage in undesirable behavior in class. Which is the best strategy to reduce this behavior? So നമ്മളുടെ ക്ലാസ്സിൽ രാജു എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അവൻ ലെസ് ഇൻട്രസ്റ്റ് ആണ് ക്ലാസ് റൂമിൽ ആക്ടിവിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അൺഡിസൈറബിളായിട്ട് നമുക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയറാണ് അവൻ കാണിക്കുന്നത്. ഓക്കെ, സോ അത് നമ്മൾ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് എ ടീച്ചർ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യനിൽ കൂടുതലും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഇതുപോലെയുള്ള സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ട് തോന്നാം, പക്ഷേ ഇതുപോലെയുള്ള വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ, അനലൈസ് ദ റീസൺ ഫോർ ബിഹേവിയർ ആൻഡ് ടേക്ക് നെസസറി റെമഡിയൽ മെഷേഴ്സ്. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്താണ് ബിഹൈൻഡ് ദ റീസൺ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കണം. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ളത് ടേക്ക് ഡിസിപ്ലിനറി ആക്ഷൻസ് എന്നുള്ളതാണ്. ഡിസിപ്ലിനറി ആക്ഷൻസ് ആരെ കൊണ്ടും എടുക്കാൻ പറ്റും. ആസ് എ ടീച്ചർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ ഏതൊരു കൊച്ചിന് എഗൻസ്റ്റ് ആയിട്ട് എടുക്കാം. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ കറക്റ്റ് ഓപ്ഷൻ. ആൻഡ് ഓപ്ഷൻ സി, സെൻഡ് ഹിം ടു സ്പെഷ്യൽ സ്കൂൾ. സ്പെഷ്യൽ സ്കൂളിലേക്ക് വിടുന്നതുമല്ല ആ ഒരു ക്വസ്റ്റ്യൻ്റെ പെർട്ടിക്കുലർ സിറ്റുവേഷൻ്റെ ആൻസർ. ആൻഡ് ഓപ്ഷൻ ഡി,
നെഗ്ലെക്റ്റ് ഹിം ആൻഡ് ബ്ലെയിം ഹിസ് പാരൻസ്. അവനെ ജസ്റ്റ് ഒഴിവാക്കിയിട്ട് അവൻ്റെ പാരൻസിനെ ബ്ലെയിം ചെയ്യാമെന്ന്. പാരൻസ് നമ്മളെ വിശ്വസിച്ച്, ടീച്ചറിനെ വിശ്വസിച്ച്, സ്കൂളിനെ വിശ്വസിച്ച് അവരവരുടെ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ നമ്മൾ ആ ഒരു കുട്ടിയെ നെഗ്ലെക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പാരൻസിനെ കുറ്റം പറഞ്ഞ് ബ്ലെയിം ചെയ്യുകയല്ല ആസ് എ ടീച്ചർ നമ്മൾ ചെയ്യേണ്ടത്. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു റീസൺ അതിന് പിന്നിലുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് അതിന് വേണ്ട റെമഡിയൽ ആക്ഷൻ നമ്മൾ എടുക്കണം. Okay, so I hope this question is all clear to you. Moving to the next question, which of the following is not appropriate with respect to classroom management? Classroom management നെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ which of the following is not appropriate എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So options are: option A, establish and teach rules; option B, reinforce positive behavior; option C, address misbehavior; and option D, enforce strict discipline. So ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ കുറച്ചധികം പോയിൻറ്റ്സ് ഞാൻ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ടോപ്പിക് എസ്. ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ ഒരു 25 പോയിൻറ്റ്സോളം ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാണ് ഐ തിങ്ക്. സോ മിസ് ഔട്ട് ചെയ്തവർ മസ്റ്റായിട്ട് കാരണം ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഒരു ഷുവറിറ്റി ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ട് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്തായാലും ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ടൈമുണ്ട്, നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ദാറ്റ് 2 വീഡിയോ. ഓക്കെ, ഡെയിലി ടോപ്പ് മിനി സീരീസിലാട്ടോ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലാസ് റൂം മാനേജ്മെൻറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു പോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. എസ്റ്റാബ്ലിഷ് ആൻഡ് ടീച്ച് റൂൾസ്. ആസ് എ ടീച്ചർ നമ്മൾ കുറേ റൂൾസും റെഗുലേഷൻസും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ പഠിപ്പിച്ചും കൊടുക്കണം. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. സോ ഫസ്റ്റ് പോയിന്റ് എപ്പോഴും കറക്റ്റാണ്. ഓക്കെ, ഇനി പോയിന്റ് നമ്പർ 2 ബിയിൽ പറയുന്നത് റീഇൻഫോഴ്സ് പോസിറ്റീവ് ബിഹേവിയർ. ആ കുട്ടി ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യണം. ആസ് എ ടീച്ചർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ പറയണം ഓക്കെ വെൽ ഡൺ, യു ഡിഡ് വെൽ എന്നുള്ളത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ കുട്ടിക്കും ആ ഒരു ഹാബിറ്റ് പോസിറ്റീവായിട്ടുള്ള ബിഹേവിയർ ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാനും ആൾക്ക് ഒരു താല്പര്യം തോന്നും. ഓക്കെ, ആൻഡ് ഓപ്ഷൻ സി, അഡ്രസ് മിസ്ബിഹേവിയർ. ആസ് എ ടീച്ചർ നമ്മൾ മിസ്ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യണം. അത് വളരെ റൂഡായിട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, അത് ഓപ്പൺ ക്ലാസ്സിലല്ല, ഒരു ഫ്രണ്ട്സിൻ്റെ മുന്നിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ മുന്നിൽ ഇൻസൾട്ട് ചെയ്ത് പറയണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒറ്റയ്ക്ക് ആ കുട്ടിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. ഓക്കെ, സോ അതാണ് ഓപ്ഷൻ സിയിൽ പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി, എൻഫോഴ്സ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. കുട്ടികൾക്ക് നമ്മളൊരു സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യാതെ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. കാരണം കുട്ടികൾക്ക് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. ഈവൻ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഉള്ള ഒരു ക്ലാസ്സിലേക്ക് ഇരിക്കാൻ അറ്റൻഡ് ചെയ്യാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സോ ഈ ഒരു പോയിന്റ് എൻഫോഴ്സ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ തന്നെയാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് അല്ലാത്ത ഒരു പോയിന്റ്. ക്ലാസ് റൂം മാനേജ്മെൻറ്റിന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് അല്ലാത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്, എൻഫോഴ്സ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. ഓക്കെ, സോ ഐ ഹോപ്പ് this question is all clear to you. Moving to the next question, which of the following is not an element of ethics that teacher should follow in his profession? ഒരു ടീച്ചർ ആസ് മൈ ഫ്യൂച്ചർ ടീച്ചേഴ്സ് നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട 3 പോയിൻറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏതാണ് വിച്ച് ഓഫ് ദ പോയിൻ്റ് ഇസ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് എത്തിക്സ് എന്നുള്ളതും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. So options are: option A, adhering to professional competence; option B, rigidity towards student; option C, maintain respect and equality; and option D, uphold traditional values. So ഇവിടെ പറഞ്ഞിരിക്കുന്നത് which of the following is not an element of ethics that teacher should follow in his profession എന്നാണ്. സോ ആദ്യത്തെ പോയിന്റ് നോക്കാം, അഡ്ഹറിങ് ടു പ്രൊഫഷണൽ കോമ്പറ്റൻസ്. അഡ്ഹറിങ് എന്ന് പറയുന്നത് ബിലീവ് ഇൻ ആൻഡ് ഫോളോ എന്നുള്ളതാണ്. നമ്മളുടെ പ്രൊഫഷണൽ കോമ്പറ്റൻസ്
നമ്മളുടെ പ്രൊഫഷനിൽ നമുക്ക് ഒരു ബിലീഫ് ഉണ്ടാവണം, അതുപോലെ തന്നെ നമുക്കൊരു വിശ്വാസം വേണം. എനിക്കത് ചെയ്യാൻ പറ്റും, ഞാൻ നല്ലൊരു പ്രൊഫഷണൽ ആണ്, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു പ്രൊഫസറാണ് എന്നുള്ളൊരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാവണം. അത് ഒരു എത്തിക്സിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓപ്ഷൻ ബി, റിജിഡിറ്റി ടുവേർഡ്സ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിനോട് നമ്മളൊരു റിജിഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യരുത്. കാരണം നമ്മളൊരു മീഡിയം ലെവലിൽ സോഫ്റ്റുമല്ല എന്നാൽ ഹാർഡുമല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ കുട്ടികളെ നമ്മൾ വാശി കയറ്റുന്ന രീതിയിൽ ഒരു റിജിഡായിട്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചർ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ അതൊന്ന് മാറ്റുന്നത്, കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ എന്ന് പറഞ്ഞ് കുറേ താന്നു കൊടുക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഓവറായിട്ട് ഒരു സ്ട്രിക്റ്റ് കുട്ടികൾക്ക് നമ്മൾ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് നമ്മളോട് ആസ് എ പേഴ്സണലായിട്ടും അവർക്ക് ആ ഒരു സബ്ജക്റ്റിനോടും ഒരു ദേഷ്യം തോന്നാം. സോ മെയിൻറ്റെയിൻ എപ്പോഴും ഒരു മീഡിയം ലെവലിൽ നിൽക്കാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ ഫ്യൂച്ചർ ടീച്ചേഴ്സിനോടും എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ സി, മെയിൻറ്റെയിൻ റെസ്പെക്റ്റ് ആൻഡ് ഈക്വാലിറ്റി. കുട്ടികൾക്ക് കൊടുക്കാനുള്ള റെസ്പെക്റ്റും അതുപോലെ തന്നെ ഈക്വാലിറ്റിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഈസ് എ മസ്റ്റ് പോയിൻറ്റ്. ഓക്കെ, ഒരു കുട്ടിയോടും നമ്മൾ പാർഷ്വാലിറ്റി കാണിക്കുകയോ അല്ലെങ്കിൽ കുറച്ചൊരു സ്നേഹപ്രകടനം കൂടുതൽ കാണിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. നമ്മളുടെ മുന്നിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 50 സ്റ്റുഡൻസും ഈക്വൽ ആയിരിക്കണം. പിന്നെ ഓരോ സ്റ്റുഡൻറ്റിനും അവരുടേതായ റെസ്പെക്റ്റ് കൊടുക്കണം. കാരണം അതവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ 50 സ്റ്റുഡൻസിനും നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് അപ്ഹോൾഡ് ട്രഡീഷണൽ വാല്യൂസ്. നമ്മൾക്കുണ്ടാവുന്ന ഓരോ ട്രഡീഷണൽ വാല്യൂസ് ഉണ്ട്, അത് അപ്ഹോൾഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. സോ ഇവിടെ വരുന്ന ഓപ്ഷൻ ബി, റിജിഡിറ്റി ടുവേർഡ്സ് സ്റ്റുഡൻസ് എന്ന പോയിൻ്റാണ്. ഓക്കെ, ആൻഡ് മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാളിറ്റി ദാറ്റ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് അവോയ്ഡ് എസ്. സോ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ സ്കൂള് എല്ലാം കൂടെ ഓൾ ഇൻ ഓൾ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് അഡ്മിനിസ്ട്രേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ എന്നും നമുക്ക് പറയാം. സോ ഒരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ക്വാളിറ്റിയിൽ അവോയ്ഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഇവിടെ 4 തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, ക്രിട്ടിസൈസ് ബിഫോർ സ്റ്റുഡൻസിൻ്റെ മുന്നിൽ വെച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി, പ്രൊവൈഡ് മോട്ടിവേഷൻ. ഓപ്ഷൻ സി, ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഓപ്ഷൻ ഡി, ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി. ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ. കാരണം ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരു പ്രിൻസിപ്പൽ എന്നൊരു വ്യക്തി കുട്ടികളുടെ മുന്നിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അത് ബോത്ത് സ്റ്റുഡൻസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണെങ്കിലും ടീച്ചറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണെങ്കിലും അവോയ്ഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് തന്നെയാണ്. അല്ലാതെ പറഞ്ഞിട്ടുള്ള ബി, സി, ഡി പോയിൻറ്റ്സ് എല്ലാം കറക്റ്റാണ്. ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട പോയിൻറ്റ്സ് തന്നെയാണ്, ക്വാളിറ്റീസാണ്. പ്രൊവൈഡ് മോട്ടിവേഷൻ, കുട്ടികൾക്കാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ടീച്ചേഴ്സായിട്ട് ഷെയർ ചെയ്യുക. ഇറ്റ് വിൽ ബി വെരി ഗുഡ്. അവർക്ക് അവരുടെ ആ ഒരു വർക്ക് ലോഡ് കുറഞ്ഞും കിട്ടും. ഈക്വലി ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഗുഡ്, റൈറ്റ്? സോ ദിസ് വിൽ ബി ദ ആൻസർ, ക്രിട്ടിസൈസ് ബിഫോർ സ്റ്റുഡൻസ്. പിന്നെ എനിക്കൊരു സജഷൻ വന്നിരുന്നു, അതായത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു പോയിൻ്റ് വന്നിരുന്നു. അതിന് എനിക്ക് പറയാനുള്ളൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയാണ്, ഓക്കെ ദിസ് ഇസ് ദ ആൻസർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. പക്ഷേ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 4 പോയിന്റിൽ ഏതാണ് നമ്മളുടെ ആൻസർ എന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാട്ടോ നമ്മളിപ്പോൾ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്യാത്തത്. സോറി ഫോർ ദാറ്റ്. നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ പോസിറ്റീവ് സൈഡിൽ നിന്ന് മാത്രം ചിന്തിച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ഓരോ നുക്ക് ആൻഡ് കോർണറും നമ്മൾ ഓരോ പോയിൻ്റായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വിത്ത് ദിസ് നോട്ട് we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.